അസിൻക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യാനാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അസിൻക്രണസ് കൗണ്ടേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം എല്ലാ കൗണ്ടേഴ്സും കുറേ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ചേർത്ത് വെച്ചിട്ടായിരിക്കും കാസ്കേഡ് ചെയ്താണ് കൗണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന ആ കൗണ്ടറിൻ്റെ അകത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രം എക്സ്റ്റേണൽ ക്ലോക്ക് കൊടുക്കുന്നു. ദെൻ സബ്സിക്വന്റ് ആയിട്ട് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്ക് തൊട്ട് മുന്നേ ഉള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ക്ലോക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന കൗണ്ടേഴ്സിനെയാണ് എസിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എസിൻക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് കുറച്ച് ഈസിയാണ്. അതായത് എസിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നോക്കണം ആ ഒരു സർക്യൂട്ടിന് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ആ ഒരു കൗണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കുക, കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വേണമെന്ന് നോക്കണം. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കണം. ഇത്രയേ ഉള്ളൂ അസിൻക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്പ്. അതായത് ഫസ്റ്റ് നമ്മൾ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ദെൻ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അസിൻക്രണസ് കൗണ്ടർ ഏതാണോ അതിന്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കണം. ഇത് രണ്ടും വരയ്ക്കുക. ഇതാണ് അസിൻക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഏതൊരു കൗണ്ടേഴ്സ് ആണെങ്കിലും നമുക്കതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ, അതേപോലെ തന്നെ അപ്പ് ഓർ ഡൗൺ കൗണ്ടർ. അപ്പൊ നമ്മൾ അസിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പ് കൗണ്ടർ ഡിസൈൻ ചെയ്യാനും ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യാനും അപ്പ് ഓർ ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യാനും പഠിക്കണം. ഇനി നമുക്ക് അതിൽ ഓരോന്നായിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പ് കൗണ്ടറിന്റെ ഡിസൈനിങ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു അപ്പ് കൗണ്ടർ ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു അപ്പ് കൗണ്ടർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത് 3 ബിറ്റ് അപ്പ് കൗണ്ടർ ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും എത്ര ബിറ്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം എത്ര ബിറ്റ് ആണെന്നതിനെ ബേസ് ചെയ്താണ് നമ്മൾ ആ കൗണ്ടറിൻ്റെ അകത്ത് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു 3 ബിറ്റ് അസിൻക്രണസ് അപ്പ് കൗണ്ടർ ആണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കി എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടെന്ന് ആദ്യമേ നോക്കി. എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ട്? 3 ബിറ്റ് എന്ന് പറയുമ്പോൾ 3 നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത്. എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം ആ ഒരു കൗണ്ടറിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 3 ആണ്. സോ എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണും നമ്മുടെ കൗണ്ടറിൽ? 3 ആയിരിക്കും. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അകത്ത് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ, കൗണ്ടറിന്റെ അകത്ത് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ 2n ആണ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ഇവിടെ എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്? 3. സോ 2⁻3 8 നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. നമുക്കറിയാം 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഉള്ളതെന്നറിയാം. അപ്പൊ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉള്ള ഒരു കൗണ്ടർ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെങ്കിലും ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു 3 ബിറ്റ് അസിൻക്രണസ് അപ്പ് കൗണ്ടർ. ഓൾറെഡി പറഞ്ഞു 3 ബിറ്റ് ആണ്, അതുകൊണ്ട് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. ABC ഇതാണ് നമ്മുടെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുമ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് Jയും Kയും ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Qവും Q ബാറും ആയിരിക്കും. ഇപ്പൊ ഇവിടുത്തെ കേസിൽ Q ബാർ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് Q ബാർ മാർക്ക് ചെയ്തിട്ടില്ലാത്തത്. നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നെ എഴുതിക്കോളുക. അതായത് Jയും Kയും ഇൻപുട്ടാണ്, Qവും Q ബാറും ആണ് ഔട്ട്പുട്ട്. ഇനി ഇവിടെ ഇപ്പം 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം A എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിനെ JA KA എന്ന് ഡിനോട്ട് ചെയ്തു. ഔട്ട്പുട്ടിനെ QA ബാർ എന്ന് ഡിനോട്ട് ചെയ്തു. സിമിലർലി B എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് JB KB, ഔട്ട്പുട്ട് QB, അതേപോലെ തന്നെ QB ബാർ. C എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് JC KC, ഔട്ട്പുട്ട് QCയും QC ബാറും ആണ്. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ വരച്ചു. ദെൻ നമുക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് മാർക്ക് ചെയ്യണം. ഇൻപുട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ
എല്ലാ എ എന്നും ബി എന്നും സി എന്നും പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഇൻപുട്ടുകൾ നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഒരു ലോജിക് 1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു. ഇനി ഇത് എസിൻക്രണസ് കൗണ്ടർ ആണ്. നമ്മൾ ഇനി കൗണ്ടർ ആണ് നമുക്ക്. സോ ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യണം. എസിൻക്രണസ് കൗണ്ടർ ആണ്. സോ നമ്മൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്തു. ദെൻ തൊട്ട് അതിനുശേഷം വരുന്ന, അതായത് എ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലോക്ക് അപ്ലൈ ചെയ്തു. ബി എന്നും സി എന്നും പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് എ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ് ക്ലോക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കൊന്ന് അറിയാം, എ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന് രണ്ട് ഔട്ട്പുട്ട് ഉണ്ട്, ക്യു എയും ഉണ്ട്, ക്യു എ ബാറും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പ് കൗണ്ടർ ആണെങ്കിൽ ക്യു എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരിക്കണം ക്ലോക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്യു എ എടുത്ത് ബിക്ക് ക്ലോക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അതേപോലെ തന്നെ ക്യു ബി എടുത്ത് സിക്ക് ക്ലോക്ക് ഇൻപുട്ട് ആയിട്ടും കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മുടെ ക്യു എയും ക്യു ബിയും ക്യു സിയും ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഈ ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തേക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെയാണ് ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ എഡ്ജ് ട്രിഗറിംഗ് ആണ്, ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി എഡ്ജ് ട്രിഗറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതും നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് ഇൻപുട്ട് ഉണ്ടെങ്കിൽ ക്ലോക്ക് ഇൻപുട്ടിന്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കുള്ള ആ ഒരു ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോ, ഒരു ഡോട്ടല്ല ഒരു റൗണ്ടും ഇട്ടിട്ട് നമ്മൾ ക്ലോക്ക് ഇൻപുട്ടിനെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഒരു 3-ബിറ്റ് എസിൻക്രണസ് അപ്പ് കൗണ്ടർ വരുന്നത്. ഇനി ഇത് അപ്പ് കൗണ്ടർ ആണ്. അപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0, 1, 2, 3 എക്സെട്ര അങ്ങനെ കൗണ്ട് ചെയ്ത് പോകുന്ന ഒരു സർക്യൂട്ട് ആണ് അപ്പ് കൗണ്ടർ. അപ്പോൾ ഇവിടുത്തെ കേസിൽ എപ്പോഴും സ്റ്റാർട്ടിങ് 0 തന്നെയാണ്. എവിടം വരെ കൗണ്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ എൻഡ് പോയിന്റ് എങ്ങനെയാ, ഏതുവരെ വരും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത് എത്ര ബിറ്റ് ആണ് എന്നതിന് നോക്കിയാണ്. അതായത് ഇവിടെ 3 ബിറ്റ് ആണ്. 3 ബിറ്റ് ആകുമ്പോഴത്തേക്കും 2⁻³ - 1, അതായത് n നമ്പർ ഓഫ് ബിറ്റ്സ് ആണുള്ളതെങ്കിൽ 2⁻n - 1 അതുവരെ 0 തൊട്ട് 2⁻n - 1 വരെ ആയിരിക്കും ഒരു അപ്പ് കൗണ്ടർ കൗണ്ട് ചെയ്ത് പോവുക. ഇവിടുത്തെ കേസിൽ 3 ബിറ്റ് ആണ്. സോ എന്നിന്റെ വാല്യൂ 3 ആണ്. സോ 2⁻3 എന്ന് പറഞ്ഞാൽ 8 വരും, -1 7. അപ്പൊ 0 തൊട്ട് 7 വരെ ആയിരിക്കും ഈ ഒരു 3 ബിറ്റ് അപ്പ് കൗണ്ടർ കൗണ്ട് ചെയ്ത് പോവുക. 0 തൊട്ട് 7 വരെ, അതായത് 0 0 0 തൊട്ട് 1 1 1 വരെ ആയിരിക്കും ഈ അപ്പ് കൗണ്ടർ കൗണ്ട് ചെയ്ത് പോകുന്നത്. ഇത് 3 ബിറ്റ് കൗണ്ടർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 0യെ 3 ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്തത്. 7നെ നമ്മൾ അത് കണക്ക് 1 1 1 എന്ന് 3 ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇത്രയാണ് ഒരു 3 ബിറ്റ് അപ്പ് കൗണ്ടറിന്റെ സർക്യൂട്ട് വരുന്നത്. ഇനി ഇതിന്റെ ടൈമിംഗ് ഡയഗ്രം എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ഇതാണ് ഒരു 3 ബിറ്റ് അസിൻക്രണസ് അപ്പ് കൗണ്ടറിന്റെ ടൈമിംഗ് ഡയഗ്രം വരുന്നത്. അതെങ്ങനെയാ വന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യമേ നമുക്ക് ഈ ടൈമിംഗ് ഡയഗ്രത്തിൽ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് അറിയണം. നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 8 നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഉള്ളതെന്ന്. അപ്പൊ നമ്മൾ ആദ്യം ക്ലോക്ക് ഇൻപുട്ട് വരച്ചു. ക്ലോക്ക് ഇൻപുട്ട് നമ്മൾ വരയ്ക്കുന്ന ക്ലോക്ക്, ഒരു ക്ലോക്ക് ഇൻപുട്ട് ഒരു ലോയും കാണും ഒരു ഹൈയും കാണും. അപ്പൊ ഇതേ നോക്കി നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് വരച്ചു. 1 2 3 4 അങ്ങനെ 8 സ്റ്റേറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേസിൽ നമ്മളിപ്പോൾ ഈ ഒരു ടൈമിംഗ് ഡയഗ്രത്തിൽ നമ്മുടെ ക്ലോക്ക് ഇൻപുട്ടും അതേപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് ആദ്യമേ മാർക്ക് ചെയ്തു. ദെൻ നമുക്കറിയാം ഇവിടെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്ലോക്ക് ഇൻപുട്ടിന്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കുള്ള ഒരു ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് വേരിയേഷൻ വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ആ ഒരു പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതൊരു അസിൻക്രണസ് കൗണ്ടർ ആണ്. സോ ഇതിന്റെ കേസിൽ നമുക്കറിയാം, ഇപ്പം എ എന്ന് പറയുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. എ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ ഡയറക്റ്റ് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ ഈ
ക്ലോക്ക് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എയുടെ ഔട്ട്പുട്ട്, അതായത് ക്യു എ വേരി ചെയ്യുന്നത്. ദെൻ ക്യു എ ആണ് നമ്മൾ ബി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. സോ ബി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത് എപ്പോഴും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് അതിലേക്ക് കൊടുക്കുന്ന ക്ലോക്ക് ഇൻപുട്ടിനനുസരിച്ചായിരിക്കും വേരി ചെയ്യുന്നത്. എ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ അതിലേക്ക് നമ്മൾ ഒരു എക്സ്റ്റേണൽ ക്ലോക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എയുടെ ഔട്ട്പുട്ടായ ക്യു എ ഈ എക്സ്റ്റേണൽ ക്ലോക്കിനെ ബേസ് ചെയ്തിട്ട് വേരി ചെയ്യും. പക്ഷെ ബി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ അതിന്റെ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ക്യു എ ആണ്. സോ ബിയുടെ ഔട്ട്പുട്ട് ക്യു ബി എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് ക്യു എയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇനി നമ്മൾ ബിയുടെ ഔട്ട്പുട്ടായ ക്യു ബി എടുത്താണ് ഈ സി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തേക്കുന്നത്. സോ സി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് അതിന്റെ ക്ലോക്ക് ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വേരി ചെയ്യുന്നത്. അപ്പൊ സിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യു സി ആണ്, സിയിലേക്ക് വന്ന ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ക്യു ബി ആണ്. സോ ക്യു സി എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് ക്യു ബിയെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോഴും ആദ്യം നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് വരച്ചു, 8 സ്റ്റേറ്റ് ഉണ്ട്. ക്യു എ വരയ്ക്കാൻ പോവുക. അപ്പൊ നമുക്കറിയാം ഇനിഷ്യലി ക്യു എ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് നെഗറ്റീവ് വെച്ച് ട്രിഗറിങ് ആയതുകൊണ്ട് ക്ലോക്ക് ഇൻപുട്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ക്യു എയുടെ സ്റ്റേറ്റിന് ചേഞ്ച് വരും. സ്റ്റേറ്റിന് ചേഞ്ച് വരും എന്ന് പറഞ്ഞാൽ അത് 0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നെങ്കിൽ 1ലേക്ക് പോവും, 1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നെങ്കിൽ 0യിലേക്ക് പോവും. ഓക്കെ, അപ്പം ഇനിഷ്യലി നമ്മുടെ ക്യു എ ആയാലും ക്യു ബി ആയാലും ക്യു സി എല്ലാ ഔട്ട്പുട്ടും 0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ക്യു എയുടെ കേസ് നോക്കാം. ഇനിഷ്യലി ക്യു എ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഇരിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ലോ സ്റ്റേറ്റിൽ ഇരിക്കുവാണ്. അപ്പൊ നോക്കിയേ, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നു. അപ്പോൾ ക്യു എയുടെ സ്റ്റേറ്റ് ചേഞ്ച് ആയി, അത് ലോയർ ലെവലിൽ നിന്നും ഹൈ ലെവലിലേക്ക് ചേഞ്ച് ആയി. ദെൻ ആ ക്യു എ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവലിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ക്ലോക്ക് പൾസിന് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യു എയുടെ വാല്യൂ ചേഞ്ച് ആവും. അത് ഹൈയിലിരിക്കുകയാണ്, ലോയിലേക്ക് പോകും. ദെൻ വീണ്ടും ഒരു ക്ലോക്ക് ഇൻപുട്ട് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നു. സോ ക്യു എ ഇപ്പൊ ഇരിക്കുന്ന സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് ഓപ്പോസിറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. ഇപ്പൊ ലോ സ്റ്റേറ്റ് ഇരിക്കുകയാണ്, ഹൈ സ്റ്റേറ്റിലേക്ക് പോകും. ഇങ്ങനെ ആണ് നമുക്ക് ക്യു എയുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഈ ക്യു എയെ ബേസ് ചെയ്തിട്ടാണ് ക്യു ബിക്ക് ചേഞ്ച് വരുന്നത്. സോ നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ് നടത്തിയിരിക്കുന്നത്. സോ ക്യു എയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കുള്ള ആ ഒരു ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ക്യു ബിയിൽ വേരിയേഷൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതേ ക്യു എയിലും ആ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കുള്ള ട്രാൻസിഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇനിഷ്യലി ക്യു ബി എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ലോ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ലോ സ്റ്റേറ്റിൽ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴാണ് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ക്യു എക്ക് ഒരു ട്രാൻസിഷൻ വന്നത്. അത് ഓർത്തോണം, നമ്മൾ എപ്പോഴും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിലേക്ക് വരുന്ന ക്ലോക്ക് ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ചേഞ്ച് ആവുന്നത്. ഇത് എസിൻക്രണസ് കൗണ്ടർ ആയത് കാരണം ഈ ബി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരുന്ന ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ക്യു എ ആണ്. അതുകൊണ്ടാണ് ക്യു ബി ക്യു എക്ക് അനുസരിച്ച് ചേഞ്ച് ആവുന്നതും ക്യു സി ക്യു ബിക്ക് അനുസരിച്ച് ചേഞ്ച് ആവുന്നതും. അത് എപ്പോഴും ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ ക്യു ബി ഒരു ലോ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോഴാണ് ക്യു എക്ക് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നത്. സോ ക്യു ബി അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഇപ്പൊ അത് ലോ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്, അത് ഹൈ സ്റ്റേറ്റിലേക്ക് പോകും. ആ ഹൈ സ്റ്റേറ്റിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ക്യു എക്ക് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നത്. സോ ക്യു ബി അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഹൈ സ്റ്റേറ്റ് ഇരുന്ന ആ ഒരു ക്യു ബി ലോ സ്റ്റേറ്റിലേക്ക് പോകും. ഇങ്ങനെയാണ് ക്യു ബി നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്യു സി. ക്യു സിയുടെ എന്ന് പറയുന്നത്, അതായത് സി എന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ക്യു ബിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്യു ബിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കുള്ള ട്രാൻസിഷൻസ് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ക്യു സി എന്ന് പറയുന്നത് ഇനിഷ്യലി ഒരു ലോ സ്റ്റേറ്റ് ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ക്യു ബിയുടെ വാല്യൂ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്. സോ ആ ഒരു ട്രാൻസിഷൻ വരുന്നത് കൊണ്ട് ക്യു സിയുടെ വാല്യൂ ലോയിൽ നിന്നും ഹൈയിലേക്ക് ചേഞ്ച് ആയി. ദെൻ അത് ആ ഒരു ഹൈ സ്റ്റേറ്റിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും.
ദെൻ അടുത്തൊരു ട്രാൻസിഷൻ വരുമ്പോഴാണ് അത് ഹൈയിൽ നിന്നും ലോയിലേക്ക് മാറുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ 3 ബിറ്റ് കൗണ്ടർ ആണ്. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 8 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ആ 8 സ്റ്റേറ്റേ ഉള്ളൂ ഇതിന്. അതുകൊണ്ടാണ് ഇവിടെ വരെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഒരു 3 ബിറ്റ് എസിൻക്രണസ് അപ്പ് കൗണ്ടറിന്റെ ടൈമിംഗ് ഡയഗ്രാം വരുന്നത്.